ഹലോ, നമുക്കിന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഇന്ന് നല്ല അടിപൊളി കുക്കിങ്ങിലാണ് കേട്ടോ. കുക്കിങ്ങിൻ്റെ വൈബിലാണ്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏർലി മോർണിംഗ് 5:30ക്ക് തന്നെ എഴുന്നേറ്റ് ഞാൻ കുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങോട്ടാണ് വരുന്നത്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ചർച്ചിലോട്ടാണ്. ചർച്ചിൽ പോയിട്ട് പ്രെയറും കഴിഞ്ഞിട്ട് നേരെ റിട്ടേൺ വന്നാണ് നമ്മൾ വിരുന്നെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ചർച്ചിൽ പോയിട്ട് നമ്മൾ വന്നിട്ട് വേണം അടുത്ത ആഘോഷങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ചർച്ചിൽ പോയിട്ട് വരണ വഴിക്ക് നല്ല ദാഹമുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഒരു അടിപൊളി ഒരു സോഡ നാരങ്ങ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ബർത്ത്ഡേ ഇല്ലേ, അപ്പോൾ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് വാങ്ങിച്ചു. അടിപൊളി കേക്കാണ് കേട്ടോ. ഞാൻ ഇത്രയും ദിവസം കഴിച്ചതിൽ അടിപൊളിയായിട്ടുള്ള കേക്കാണ്. സെറ്റ് കേക്കാണ് കേട്ടോ. നല്ല ഇതിൻ്റെ ഭംഗി പോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും നല്ല ഹണിയെല്ലാം ഒഴിച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കേക്കാണ്. എല്ലാവരും ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വച്ചത് മാത്രം തന്നെ അറിയാവോ, എല്ലാവരും അതിനെ പിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓൺ ദ സ്പോട്ട് തീർന്ന കേക്കാണ് കേട്ടോ. ഇത്രയും ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ആദ്യമായിട്ട് കണ്ടിട്ടോ, പെട്ടെന്ന് കേക്ക് കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തിയും പോത്ത് വരട്ടിയതും അതുപോലെ തന്നെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അത് കൂട്ടിയിട്ടാണ് നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ചപ്പാത്തി ചൂടാനൊക്കെ ചേട്ടനായിരുന്നു ഹെൽപ്പ് ചെയ്തത്. പോത്ത് വരട്ടിയത് അമ്മയായിരുന്നു. ചിക്കൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഷെയർ ചെയ്ത് അങ്ങനെ വെച്ചതാണ് കേട്ടോ. ടൈം ഷെഡ്യൂൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ സദ്യയാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി സദ്യയാണ്. ഏകദേശം ഉള്ളത് ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ മമ്മി വന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച്. അടിപൊളിയായിരുന്നേ. ഇതിൽ ഏകദേശം ചില കൂട്ടാനുകൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിയൽ അതൊക്കെ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അടിപൊളി ലഞ്ചായിരുന്നു. പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട്. ആ മഴയുടെ ഒരു ഇരുട്ടും കറണ്ടില്ലായ്മയൊക്കെ ഉണ്ട് കേട്ടോ. അതിനാണ് വെളിച്ചത്തിന് ഇച്ചിരി കുറവൊക്കെ ഉള്ളത്. അപ്പോൾ അടിപൊളി ലഞ്ച്. പുളിശ്ശേരി, മോര്, തൈര്, അതുപോലെ തന്നെ പച്ചടി, കിച്ചടി, അവിയൽ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അവിയലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനത് കൂട്ടാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ എല്ലാ ഐറ്റം ഇത് വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, പയർ പച്ചടി. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ കുട പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. പുറത്ത് അത്യാവശ്യം മഴയാണ്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ ചായയും സ്നാക്സും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കസിൻ സിസ്റ്റർ എല്ലാവരും ഉണ്ടായിരുന്നു. നാത്തൂന്, എൻ്റെ ബ്രദർ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്ന് സ്നാക്സൊക്കെ കഴിച്ച് നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും സോഡ നാരങ്ങ കലക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഡ നാരങ്ങ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആയപ്പം പടക്കമൊക്കെ വെച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. കമ്പക്കെട്ടാണ് വെച്ചത്. ഇതിൻ്റെ ശബ്ദം എനിക്ക് അത്ര ഇഷ്ടമില്ല. ഞാൻ ഇങ്ങ് നീങ്ങി നിന്നാണ് നോക്കുന്നത്. കാരണം എനിക്ക് അത്ര ശബ്ദമുള്ള പടക്കത്തിനോട് താല്പര്യമില്ല, പേടിയാണ്. താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പേടിയാണ്. ഒരു ഞെട്ടലൊക്കെ ഉണ്ട്. ഞാൻ കമ്പിത്തിരിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഈ ശബ്ദമുള്ള പടക്ക് അധികം ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ കേൾക്കാനും നിൽക്കത്തില്ല, ഞാൻ മാറി നിൽക്കും. പക്ഷേ ഇച്ചിരി നീങ്ങി നിന്നാണ് ഞാനിത് ആസ്വദിക്കുന്നത് കേട്ടോ. എനിക്കിഷ്ടമാണ്, പക്ഷേ ആ ശബ്ദത്തിൻ്റെ ഭയം കൊണ്ടാണ് ഞാൻ പോകാത്തത്. അപ്പോൾ നമ്മൾ കുറേ സമയം പടക്കമൊക്കെ കത്തിച്ചിട്ട് നേരെ നൈറ്റിലുള്ള ഫുഡൊക്കെ കഴിച്ച് അടുത്ത് എല്ലാവരും ഒരു മാംഗോ ഫ്രൂട്ടി ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെയും പടക്കം വയ്ക്കാൻ വേണ്ടിയിട്ട് തിരിച്ച്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഈസ്റ്ററിൻ്റെ വിശേഷങ്ങൾ. നല്ലൊരു ഈസ്റ്ററായിരുന്നു. ഫാമിലി അംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. മെമ്പേഴ്സ്, അമ്മയുടെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈസ്റ്ററാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷസ് ഞാൻ സമർപ്പിക്കുകയാണ്. ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ അത്രയേ ഉള്ളുവായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ. ഈ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി ഒരു ബ്ലോഗായിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.